ഇന്നേ വരെയുള്ള എല്ലാ മതങ്ങൾക്കും സംഭവിച്ചതുപോലെ ഇസ്ലാമിനും മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കാക്കത്തൊള്ളായിരം ഇസ്ലാമിക സംഘടനകൾ നിലനിൽക്കുന്നത്. ഒരു വീട്ടിൽ തന്നെ ജ്യേഷ്ഠനും അനുജനും മകനും മകളും ഉമ്മയും വാപ്പയും വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് നിലനിൽക്കുന്നു. എന്നാൽ ഇവരെല്ലാവരും കൂടെ ഏകസ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: ഈ വിഭാഗങ്ങളിൽ ഒരു വിഭാഗമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന്. അടുത്ത പ്രശ്നം ഇതിൽ ഏതാണ് ആ വിഭാഗം എന്നുള്ളത് കണ്ടെത്തലാണ്. അതിൻ്റെ പേരിൽ തർക്കവിതർക്കങ്ങളും വാശിയും വൈരാഗ്യവും രഹസ്യമായും പരസ്യമായും അപമാനിക്കലും തൻ്റേതാണ് ശരി എന്ന് തെളിയിക്കാൻ വേണ്ടി ഏത് നീചമായ പ്രവൃത്തിയിലും ഏർപ്പെടുന്ന, അതിൽ മത്സരിക്കുന്ന അവസ്ഥയുമാണ് പിന്നീടുള്ളത്. മതഭ്രാന്ത് മനുഷ്യന് പ്രകൃത്യാ ഉള്ള മാനുഷിക മൂല്യങ്ങളെ ഇല്ലാതാക്കി അവനെ മൃഗത്തെക്കാൾ കെട്ടവനാക്കി തീർക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്.